സമഗ്രമായ നമ്മുടെ കൂട്ടായ്മ 2018 കഴിഞ്ഞിട്ട് 7 വർഷം പിന്നിട്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് നമ്മൾ വീണ്ടും ഒരു സമ്പൂർണമായ പൂർവ്വ വിദ്യാർത്ഥികൾ അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരെയും അതിലേക്ക് സദസ്സിലേക്കും വേദിയിലേക്കും ക്ഷണിച്ചുകൊണ്ട് കാര്യപരിപാടികൾ ഉദ്ഘാടന ചടങ്ങിൻ്റെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഈ അടുത്ത സമീപ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഈ കഴിഞ്ഞ കൂട്ടായ്മയ്ക്ക് ശേഷം നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയ ഈ ലോകം വിട്ടുപോയ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഒപ്പം ഈ ആഴ്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിയോഗങ്ങൾക്ക് ഒരു നിമിഷത്തെ മൗനം കൊണ്ട് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം. എല്ലാവരെയും അതിലേക്ക് എണീറ്റ് നിന്ന് ഒരു നിമിഷത്തെ മൗനത്തിൽ അഭ്യർത്ഥിക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് അഡ്വക്കേറ്റ് K. വിനോദ്, നമ്മുടെ റെഡ് ക്രോസ് ആലുമിനിയുടെ സ്വാഗതം ആശംസിച്ച് ചടങ്ങ് ആരംഭിക്കുന്നതിനായി നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി KC സാനുമോഹൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ K. വിനോദ്, ബഹുമാനപ്പെട്ട കേരളത്തിലെ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ G. കർണൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ B. ശിവലാൽ, കേരള സിൻഡിക്കേറ്റ് അംഗം ശ്രീ ഷിജു ഖാൻ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കഴിഞ്ഞ KAS എഴുതിയ HR സന്ധ്യ, കോളേജിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഷീലാകുമാരിയൽ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ പുഷ്പാഞ്ജ സാർ, മണിരായ സാർ, സാരി സാർ, രാജകുമാർ സാർ തുടങ്ങി നിരവധി അധ്യാപകർ, ഏകദേശം 25ഓളം അധ്യാപകർ എത്തിയിട്ടുണ്ട്. അധ്യാപകരെ, പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ഇപ്പോൾ ഈ കോളേജിലുള്ള വിദ്യാർത്ഥികൾ, നമ്മൾ 2018 ആദ്യത്തെ ഒരിക്കൽ കൂടി എന്ന പ്രോഗ്രാം നമ്മൾ ഒരുമിച്ച് കൂടുന്നു. ഒന്നാം നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ, ഒരു അലുമിനി അസോസിയേഷൻ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ 2016 അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് നമ്മൾ ഏകദേശം സോഷ്യൽ മീഡിയ വഴി പത്രങ്ങളിലൂടെ ഒരു അറിയിപ്പ് കൊടുത്ത് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും വരണമെന്ന് അറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗ്, ഒരു പൊതുയോഗം കൂടിക്കൊണ്ടാണ് നമ്മളൊരു അലുമിനി അസോസിയേഷൻ ആരംഭിക്കുന്നത്. അതാണ് നെടുമങ്ങാട് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കിയത്. നമുക്കറിയാം 2018 ഈ സംഘടനയുടെ നമ്മൾ ആദ്യത്തെ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ ഏകദേശം 1200ഓളം ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. നമ്മൾ ഈ സംഘാടനത്തിൽ എല്ലാ ആളുകളെയും നമുക്ക് ആകെ അറിയിക്കാൻ പറ്റുന്നത് 1981 മുതൽ 2025 വരെ പഠിച്ച 44 വർഷം ഈ കോളേജിൽ പഠിച്ച ആളുകളുടെ കൂട്ടായ്മയാണ്. നമുക്ക് എല്ലാ ആളുകളെയും ഫോൺ വിളിച്ചോ നേരിട്ടോ സംസാരിക്കാനോ പറയാനോ കഴിയില്ല. പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴി, ന്യൂസ് പേപ്പർ വഴിയാണ് നമ്മൾ അറിയിപ്പുകളെല്ലാം കൊടുത്തത്, എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് ഈ വർഷത്തെ പ്രോഗ്രാമും നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ അറിയിപ്പുകളും കൊടുത്തതാണ്. അതിൻ്റെ സ്വാസംഗം കൂടി, അതിൻ്റെ കമ്മിറ്റികളെല്ലാം കൂടിയാണ് ഏകദേശം നമ്മൾ 1000ഓളം ആളുകൾക്കുള്ള ഭക്ഷണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്താണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം ഈ കോളേജിൻ്റെ ചരിത്രം ഭയങ്കര രസമാണ്, വളരെ ഗൗരവമാണ്. നമ്മുടെ നെടുമങ്ങാട് താലൂക്കിൽ ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ ഈ നാട്ടിലൊരു
വളരെ വലിയ മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം അറിയേണ്ടതാണ്. KV സുരേന്ദ്രനാഥ് എന്ന പ്രകൃതി സ്നേഹി, ഇടതുപക്ഷ സഹയാത്രികൻ, ഏറ്റവും ജനകീയനായ ജനപ്രതിനിധിയാണ് KV സുരേന്ദ്രനാഥ്. 1980-ലാണ് അദ്ദേഹം ഇവിടെ ഈ കോളേജ് കൊണ്ടുവരാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയത്. അങ്ങനെ 81-ലാണ് കോളേജ് വരുന്നത്. കോളേജ് വരുന്നത് നെടുമങ്ങാട് ഗേൾസ് ഹൈസ്കൂളിന്റെ തൊട്ടിപ്പുറത്തുള്ള ബോയ്സ് UPSന്റെ ഒരു ചെറിയ ഓടിട്ട കെട്ടിടത്തിലാണ് ആരംഭിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയൊരു ഓഫീസും അതിനകത്ത് പ്രീ ഡിഗ്രി 81-ലെ 3rd ഗ്രൂപ്പും പിന്നെ 4th ഗ്രൂപ്പുമായ 2 ക്ലാസ്സുകൾ. പുഷ്പ സാറിനൊക്കെ അതിന്റെ ചരിത്രമൊക്കെ പറയും, ഭയങ്കര രസമാണ്. അന്ന് KV സുരേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ ഈ കോളേജ് ഉണ്ടാക്കുമ്പോൾ ഈ ആക്കോട്ടുപാറ സ്ഥലം വാങ്ങി അന്ന് ഈ നാട്ടിലെ ഈ പറഞ്ഞ എല്ലാ ആളുകളെയും കുട്ടിയേൽപ്പിച്ചുകൊണ്ട്, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെ കുട്ടിയേൽപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം വാങ്ങുകയും ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി വേണ്ട സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കെട്ടിടമൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഈ പഴയ ഓടിട്ട കെട്ടിടത്തിൽ 81-ൽ ആരംഭിക്കുന്നത്. 81-ലെ നമ്മുടെ സുധാകർ സാർ അടക്കമുള്ള കുറേ ആളുകൾ, 81-ലെ ആളുകളുണ്ട്, 82-ലെ ആളുകളുണ്ട്. അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ. അന്ന് ആ കോളേജ് ആരംഭിക്കുമ്പോൾ ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ തൊട്ടിപ്പുറത്ത്, ആ സ്കൂളിൽ തന്നെ തൊട്ടിപ്പുറത്ത് പഠിക്കുകയാണ്. അന്ന് ഈ കോളേജ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ ഷിഫ്റ്റാണ്. ഞങ്ങളൊക്കെ ഈ പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ രാവിലെ 7 മണി മുതൽ പിന്നെ 12 മണി വരെ ക്ലാസ്. അങ്ങനെ ഞങ്ങൾ പഠിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ആ കോളേജ് ക്യാമ്പസ് കാണുന്നത് അന്ന് ബെൽബോട്ടം പാൻറ്റും സാരിയും പിന്നെ ഈ ഹാഫ് സാരിയൊക്കെ കൊടുത്ത സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയാണ് ഞാനന്ന് ആ കോളേജ് കാണുന്നത്. അന്ന് കോളേജ് കലാപകലക്ഷിതമാണ്. സമരങ്ങൾ, പ്രണയങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. ഞാനൊന്ന് കൊച്ചുകുട്ടിയാണെങ്കിൽ അതൊക്കെ കണ്ട ആളാണ് ഞാൻ. പിന്നീട് ഞാനൊക്കെ ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത്. 90-കളിലാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ വളരെ ആധുനികമായ കോളേജ് ക്യാമ്പസാണ്. പിന്നെ ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരു വലിയ കോളേജാണ്, ഒരു വലിയ കോളേജ് ക്യാമ്പസാണ്. നേരത്തെ പഠിച്ച 90-കളിലൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം, അന്നുണ്ടായിരുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. മിക്കവാറും ദിവസങ്ങളിൽ പൈപ്പിൽ വെള്ളമില്ല, ആകെ അപ്പുറത്തുള്ള 2 ഷെഡും, ഇതാണ് ഓഫീസ്. അതിനുശേഷമാണ് വലിയ കെട്ടിടങ്ങളെല്ലാം വരുന്നത്. അതിവിടെ എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം 2000-നകത്തുള്ള ആളുകളാണ് കൂടുതൽ. ബാക്കി 2000-ന് ശേഷം 2025-ൽ പഠിച്ച ആളുകൾ പോലും ഉണ്ട്. വളരെ കുറച്ച് ആളുകൾ വന്നിട്ടുള്ളതാണ്. ഞാൻ കൂടുതലായൊന്നും ഇതിന്റെ ചരിത്രമൊന്നും പറയുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പരമാവധി എല്ലാ ആളുകളെയും സംഘടിപ്പിക്കാൻ, എല്ലാ ആളുകളെ അറിയിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ സംഘാടനത്തിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം അതിന്റെ പ്രശ്നം ഇതാണ്, നമ്മൾ ആകെ സോഷ്യൽ മീഡിയ വഴിയാണ് ആളുകളെയൊക്കെ അറിയിച്ചത്. അതിൻ്റെയൊക്കെ ചില പരിമിതികൾ ഉണ്ടാവാം, ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഇതിന്റെ പ്രസിഡന്റാണ്, അഡ്വക്കേറ്റ് വിനോദാണ് പ്രസിഡന്റ്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ ഇതിന്റെ പ്രസിഡന്റായ, അധ്യക്ഷനായ വിനോദിനെ സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഇന്ന് ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത് ജനകീയനായ നമ്മുടെ MLA ആണ്, ഇവിടുത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്കൊരു ഫോൺ കോൾ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന സൗഹൃദമാണ് ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട്. ആർക്ക് വേണം വിളിക്കാം, സംസാരിക്കാം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഈ മണ്ഡലത്തിലെ മുഴുവൻ വിഷയങ്ങളിലും വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ സ്നേഹത്തോടെ, ആദരവോടെ ഈ പൂർവ്വതര കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ B. ഷിനിലാൽ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇന്ന് 2ാമത് ഈ കഴിഞ്ഞ സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകഥയ്ക്ക്, ആദ്യം നോവലിന് കിട്ടി, 2ാമത് വീണ്ടും 1 വർഷം കഴിയുമ്പോൾ 2ാമത് ചെറുകഥയ്ക്കുള്ള ഗിരസപ്പ അരുവി ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്ക് വീണ്ടും 2ാമത് പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാണ്. മലയാളത്തിൽ തകഴിയെ പോലെ MD പോലെ വളരെ പ്രധാനപ്പെട്ട 19 ആളുകൾക്കാണ് ഈ 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഷിനിലാലിനാണ് 2ാമത് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. നമ്മുടെ നാട്ടുകാരനാണ്, ഈ കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഏറ്റവും അഭിമാനത്തോടെ, സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് HR സന്ധ്യ, നമ്മുടെ ഇവിടുത്തെ പഴയ വൈസ് ചെയർമാനാണ്, പഴയ നമ്മുടെയൊക്കെ സുഹൃത്താണ്.
സന്ധ്യയുടെ കൂടെ പഠിച്ച ആളെയൊക്കെ അറിയാം. വളരെ സൗമ്യയായി എല്ലാ ആളുകൾക്കൊപ്പം വളരെ നന്നായി ഇടപെടുന്ന, ഞങ്ങളുടെയൊക്കെ അനീതിയായി ഇവിടുത്തെ വൈസ് ചെയർമാനായി ഇവിടുത്തെ സംഘടനാ കാര്യങ്ങളെല്ലാം വളരെ നന്നായി ഇടപെട്ട് വന്നിരുന്ന ഈ അടുത്ത കാലത്ത് KS കിട്ടിയ സന്ധ്യയെ വളരെ ആദരപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം. അടുത്തതായി നമ്മുടെ കേരള സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ ഇവിടെ വന്നതാണ്. അദ്ദേഹം ഒരു മരണം പോയിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം പ്രഭാഷകനാണ്, സംഘാടകനാണ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല, അവർ ഒരുപക്ഷെ നമ്മുടെ ഈ രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് വളരെ എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ വിളിച്ച് ഇതിന്റെ സംഘാടനം, ഇതിന്റെ പ്രവർത്തനം വളരെ സജീവമാക്കി കൊണ്ടുപോകണം എന്ന് ഞങ്ങളൊക്കെ വിളിച്ച് നിരന്തരമായി വിളിച്ച് ഇതൊന്ന് സജീവമാക്കുന്നതിൽ ഈ കൂട്ടായ്മ വീണ്ടും നടത്തണം, എല്ലാ വർഷവും നമുക്ക് കൂടണം എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ വേണ്ടുന്ന സഹായവും മാർഗദർശിയായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷീലാകുമാരിയെ വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നെങ്കിലും 10-25 ആളുകളുടെ പേര് പറയണം. അതിന്റെ ലിസ്റ്റ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് കിട്ടിയില്ല. എന്നാലും എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടെ, ജേക്കബ് സാറൊക്കെ ഞങ്ങൾ ഈ ശത്രുക്കളെ പോലെ, ഞാൻ സാർ ഇന്നിപ്പോൾ വന്നപ്പോൾ എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അങ്ങനെ വളരെ ഹൃദയബന്ധമുള്ള അധ്യാപകരാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ നെറ്റ്കോസ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രവർത്തകർ, ഈ കമ്മിറ്റി, ഈ പൂർവ്വ വിദ്യാർത്ഥി ഈ 1981 മുതൽ 2025 വരെ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും വളരെ സ്നേഹത്തോടെ ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ പരിപാടികൾക്കും നമ്മളെ വിളിക്കാറുണ്ട്. ഈ നമ്മുടെ തൊട്ടടുത്ത് ഒരു ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ പിന്നീട് വന്ന KP പ്രൊമോഷൻ, ഇന്നിപ്പോൾ ഇവിടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് എന്നെ അങ്ങനെ ഒന്ന് വിളിക്കുകയെന്ന് വേണ്ട, പക്ഷേ പരിപാടി ഗംഭീരമായി നടത്തണമെന്നൊക്കെ പറഞ്ഞ് വേണ്ട മുഴുവൻ മാർഗനിർദ്ദേശവും തരുന്ന KP പ്രൊമോഷൻ ഇവിടുത്തെ യൂണിയൻ ഭാരവാഹി പൂർവ്വ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. പ്രൊമോഷനെ അതുപോലെ സുധാകർ സാറൊക്കെ തുടങ്ങി മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ആളുകൾ ഒരുപാട്, നമ്മുടെ സുരേഷ് ബാബു DYSP ആണ്, പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ, പിന്നെ മിനി ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ഒരുപാട് ആളുകൾ, വളരെ പ്രധാനപ്പെട്ട സർക്കാർ സർവീസിലുള്ള ആളുകൾ, പോലീസിലുള്ള ആളുകൾ, പിന്നെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, വരാത്തവരുണ്ട്. എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. വേറൊരു കാര്യം, നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈ 2 രാഷ്ട്രീയ, ഇപ്പം ഞാനും പിന്നെ പ്രസിഡന്റ് പിന്നെ വിനോദും, ഞങ്ങൾ വലിയ ഈ കലാപകലുഷിതമായ സമരങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ദിവസം കോളേജ് രാവിലെ വരുമ്പോൾ സംഘർഷാവസ്ഥയാണ്. രാവിലെ തന്നെ വിനോദം ഒന്ന് കോംപ്രമൈസ് ചെയ്യും, എന്നാൽ രാവിലെ അടിയടക്കും, എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെ വളരെ വളരെ സ്നേഹമുള്ള വലിയ സൗഹൃദം. ഇപ്പോഴും ഞങ്ങളൊക്കെ ആ സൗഹൃദം ബന്ധവും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മളെല്ലാം ഈ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാം നമ്മൾ ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെല്ലാം പ്രത്യേക ഗ്രൂപ്പുകളായി ചർച്ച ചെയ്യും. നമ്മൾ അധ്യാപകർ അവരെ ആദരിച്ചതിന് ശേഷം അവരെല്ലാം വരും. അങ്ങനെ ഒരു സെഷൻ കൂടി ഉണ്ടെന്ന് അറിയിക്കുന്നു. അതിനുശേഷം 90-ൽ നമ്മളെ ക്യാമ്പസിൽ ഇളക്കി മറിച്ച നമ്മുടെ രാജേഷ് വിജയ്, പുള്ളിയുടെ ഒരു വലിയ മ്യൂസിക് ബാൻഡ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും എല്ലാ കാര്യത്തിലും ഉള്ള കുറവുകൾ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ പോരായ്മകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാറ് പറഞ്ഞു വിട്ടുപോയൊരു കാര്യം പറയാം. നല്ല ബിരിയാണിയും ഉണ്ട് ഉച്ചയ്ക്ക്, അതും കൂടി ചേർത്തായിരിക്കും ഈ പരിപാടി 4 മണി വരെ മുന്നോട്ട് പോകുന്നത്. സ്വാഗതം പറഞ്ഞ സാലു മോഹൻ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ സംഘടന യൂണിയൻ ഭാരവാഹിയായിരുന്നു, പിന്നെ SFIയുടെ നേതാവായിരുന്നു. ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭവും നല്ല സംഘാടനവുമായിട്ട് നെടുമങ്ങാട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. ഇനി നമ്മുടെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് SFIയുടെ ഒരു നേതാവായിരുന്നെങ്കിൽ
സെക്രട്ടറി സഭയുടെ നേതാവായിരുന്നെങ്കിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിനോദ് അന്ന് KICUവിൻ്റെ നേതാവായിരുന്നു. ഇന്ന് നമ്മൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. വിനോദ് ഇന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന അഭിഭാഷകനാണ്. വിനോദിനെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച നെറ്റ്കോസയുടെ സെക്രട്ടറി ശ്രീ KC സാനുമോഹൻ, വേദിയിൽ നിൽക്കുന്ന നമ്മുടെ അഹങ്കാരം, നെടുമങ്ങാടിൻ്റെ അഹങ്കാരം ശ്രീ ഷിനിലാൽ, ഈ കോളേജിൽ നിന്ന് പഠിച്ച് KAS കിട്ടി, ഒത്തിരി പേർ കിട്ടി. എന്നാലും നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ച് നമ്മുടെ സഹപാഠിയായി KAS കിട്ടി, ഇപ്പോൾ സർവീസ് തുടരുന്ന സന്ധ്യ, ഇവിടെ നമ്മുടെ നേരത്തെ വന്ന് നമ്മുടെ എത്തിച്ചേർന്ന് ഇവിടെ നിന്ന് മടങ്ങി വരാമെന്ന് അറിയിച്ചു പോയ ഈ കോളേജിൽ പഠിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി തുടരുന്ന ശ്രീ ഷിജു ഖാൻ, വേദിയിലുള്ള നെറ്റ്കോസയുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഷീലാകുമാരി ടീച്ചർ, ഈ വേദിയിലുള്ള മറ്റ് അധ്യാപകരെ, എല്ലാവരുടെയും ഞാൻ ഒറ്റ വാക്കിൽ അധ്യാപകരെ അഭിസംബോധന ചെയ്യുകയാണ്. പിന്നെ നെറ്റ്കോസയുടെ ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സംഗമത്തിൻ്റെ സംഘാടക സമിതിയായി രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ, നെറ്റ്കോസയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പിന്നെ അപ്പുറത്തിരുന്ന് എന്നെ കേൾക്കുന്ന മിന്നൽ കൈവളയിട്ട സുന്ദരികളെ, അവരെ എത്തിപ്പിടിക്കാൻ നോക്കിയ, അവരോടൊപ്പം പഠിക്കാൻ ഭാഗ്യം ലഭിച്ച സുന്ദരന്മാരെ എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലയത്തിന് 44 വയസ്സായിരിക്കും, ഏകദേശം എൻ്റെ പ്രായം. അതിനപ്പുറമുള്ളവരുണ്ട്, അതിന് താഴെയുള്ളവരുണ്ട്. ഈ ക്യാമ്പസ് ഒരുപക്ഷെ ഞാനിന്ന് എത്തി നിൽക്കുന്ന എൻ്റെ പ്രൊഫഷനായാലും അല്ലാതെ എൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നത് അടിസ്ഥാനപ്പെട്ടത് ഈ ക്യാമ്പസാണ്. എവിടെ പോയാലും നമ്മൾ എത്ര തവണ പടവിറങ്ങി പോയാലും തിരികെ വരാനുള്ള ഒരു കാരണം നമ്മുടെ ഈ കലാലയമാണ്. ഈ കലാലയത്തോടുള്ള നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ സ്നേഹമാണ്. നെടുമങ്ങാട് കോളേജിൽ പഠിച്ചു എന്ന് പറയുന്നത് എത്ര ഉയരങ്ങളിൽ പോയാലും അന്തസ്സോടി പറയുന്ന ഒരാളാണ് ഞാൻ. അതുപോലെയാണ് ഞങ്ങൾ. ഇന്നൊരു പരിപാടി ഇവിടെ വെച്ചപ്പോൾ ഇവിടെ വന്നു ചേരാൻ കാണിച്ച ഒരു സന്മനസ്. ഇന്നലെയൊക്കെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഇന്ന് അതിനും കൂടി കാലാവസ്ഥ നമുക്ക് അനുകൂലമായി ഈ പരിപാടി ഇവിടെ നടക്കണം. അതിനുവേണ്ട അനുഗ്രഹാശിസുകൾ ദൈവം നമുക്ക് ചൊരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ ക്യാമ്പസിൻ്റെ ഓരോ ചുവരുകൾക്കും, ഓരോ തൂണുകൾക്കും, ഓരോ മരച്ചെടികൾക്കും നമ്മുടെ ഓരോരുത്തരുടെ ഓരോ കഥകൾ പറയാനുണ്ടാവും. ആ ഓർമ്മകൾ നമുക്ക് അയവിറക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിൻ്റെ ചുവടിൽ ഒരു മയിൽപ്പീലി തുണ്ടുപോലെ, ഒരു വളപ്പൊട്ട് പോലെ ഓർത്തു വയ്ക്കുവാൻ ഒരുപാട് ചിന്തകൾ സമ്മാനിച്ച ഒരു കലാലയമാണ് നമ്മുടെ. ഞാൻ ലോ കോളേജിൽ പഠിച്ചു. പക്ഷേ എനിക്ക് അവിടെ ഈ പറഞ്ഞ പോലെ പൂർവ്വ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല. 105 വർഷമായി. കഴിഞ്ഞ വർഷം ഒരു ഫംഗ്ഷൻ നടന്നു. പക്ഷേ എന്തൊക്കെ എവിടെയൊക്കെ പോയാലും ഞാൻ താമസിക്കുന്നതാണ്. പക്ഷേ നെടുമങ്ങാട് വരുമ്പോൾ, ഈ കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നിൽ ഒരു ഉണർവ്, ഒരു ഉന്മേഷം ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ, നേരത്തെ സാധാരണ പറഞ്ഞതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അന്നുമില്ല, ഇന്നുമില്ല. ആശയപരമായ സംവാദത്തിന് അന്നും തയ്യാറാണ്, ഇന്നും തയ്യാറാണ്. ആ ബാല്യവും യൗവനവും ഒന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ആക്ഷൻ അപ്പോഴും തയ്യാറല്ല, ഇപ്പോഴും തയ്യാറല്ല. അപ്പോൾ എന്തായാലും ശരി, ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റ് അധ്യാപകരും ഒക്കെ തുടർന്ന് ഇതേക്കുറിച്ച് കാര്യമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ തമ്മിലൊരു ആശയ സംവാദത്തിനോ പ്രസംഗത്തിനോ ഒന്നും പ്രസക്തിയില്ല. ഞാനും നിങ്ങളെപ്പോലെ ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ഇന്ന് ഇതിലേക്ക് നടന്നു പോകുന്നു, ഇതിൻ്റെ പ്രസിഡൻ്റായി തുടരുന്നു എന്നുള്ളൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്തായാലും എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. എൻ്റെ അധ്യക്ഷനെ നന്ദി, നമസ്കാരം. ഈ കലാലയത്തിൻ്റെ സ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ചത് നേരത്തെ സാനുമോഹൻ പറഞ്ഞു. കേരളത്തിൽ ആരാധ്യനായ ജനകീയനായ ഒരു നേതാവുണ്ടായിരുന്നു, KV സുരേന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ ഒരു തുടർച്ചയായാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന MLA, ഇന്ന് നമ്മുടെ വേദിയിൽ വിശിഷ്ടാതിയായി നിൽക്കുന്ന അഡ്വക്കേറ്റ് GR അനിൽ, കേരളത്തിൻ്റെ ആദരണീയനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി. തീർച്ചയായും അതും ഒരു കാര്യനീതി പോലെ ഈ കലാലയത്തിലെ ഇത്രയും വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിനെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. നമുക്ക് വളരെ സ്നേഹാദരവോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാം. ആദ്യം നമുക്ക് പ്രകാശം വിളക്ക് കൊളുത്തിയതിനു ശേഷം അദ്ദേഹം
നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വേദിയിൽ നമുക്ക് സ്വാഗതം പറഞ്ഞ സാനുമോഹൻ, വേദിയിലുള്ള പ്രിയങ്കരമായ ശ്രീ ഷിമില, സന്ധ്യ എച്ച് ആർ, ഡോക്ടർ ശ്രീരാകുമാരി പ്രിൻസിപ്പൽ, വേദിയിലുള്ള അധ്യാപക സുഹൃത്തുക്കൾ, എൻ്റെ അധ്യാപകരായിരുന്ന 2 ടീച്ചർമാർ ഈ വേദിയിലുണ്ട്. ആശ ടീച്ചറും നൂലകാൻ ടീച്ചറും, അതുപോലെ അധ്യാപകരായിട്ടുള്ള രാജഗോപാൽ സാറ്, പുഷ്പാങ്കരൻ സാറ്, സാലി സാറ്, വിജയൻ, പണിരാജൻ, സൂര്യപ്പൻ, അധ്യാപക സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും നടക്കുന്നത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. വേദിയിലും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് എന്ന് നിങ്ങൾക്കറിയാം. ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, ആ ഓർമ്മകൾ ആയി നിൽക്കുകയല്ലാതെ ഇനി ഒരിക്കലും സാധ്യമാകാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. 1981-86 വർഷങ്ങളിൽ ഇവിടെ സാൻമോഹൻ പറഞ്ഞതുപോലെ അന്നത്തെ കോളേജ് ക്യാമ്പസ് ഒരു നിത്യ വിദ്യാർത്ഥി നേതാവായി കടന്നു വന്ന ഒരാളാണ്. അന്നത്തെ കോളേജുകളിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ അന്നത്തെ വിദ്യാർത്ഥികളായി ഇവിടെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം AISF-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നിരന്തരം റഹീം കോളേജുകളുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും കൃഷ്ണനായർ കോളേജുകളുടെ ഭാരവാഹിയായിരിക്കുമ്പോഴുമെല്ലാം ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി. യൂണിവേഴ്സിറ്റി കോളേജിൽ അതുകൊണ്ടാണ് ഞാൻ ആശ ടീച്ചറെയും നൂലകാൻ ടീച്ചറിൻ്റെയും പേരെടുത്തത്. പക്ഷെ അവരെല്ലാം വളരെ ചെറുപ്പമാണ് ടീച്ചറെങ്കിലും വലിയ പ്രായ വ്യത്യാസം കാണാൻ സാധ്യതയില്ല. ചെറിയ വ്യത്യാസമാണ് അന്നത്തെ വിദ്യാർത്ഥികൾ. പക്ഷെ എന്തൊരു ബഹുമാനത്തോടു കൂടിയാണ് ഇത്ര ആഗ്രഹങ്ങൾ ശരിക്കും രണ്ടുപേരും നൂലകാൻ ടീച്ചർ നല്ല ഭയപ്പാടാണ് ഞങ്ങൾക്ക്. അനുസരണയുള്ള വിദ്യാർത്ഥികളായിട്ടാണ് പലപ്പോഴും അവരെ ക്ലാസ്സിലിരിക്കുന്നത്. എന്നാൽ കാണിക്കാവുന്ന എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ പലരും ചെയ്തിട്ടുള്ളത് പോലുള്ള എല്ലാ ഇന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത പാടില്ലാത്ത ഒരുപാട് പുസ്തകങ്ങൾ കാട്ടുകയാണ്. അതാ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത.
അത് ഇവിടെയാണെങ്കിലും ഏത് കോളേജിലാണെങ്കിലും ആ കാലഘട്ടത്തിൽ മാത്രമേ നമുക്കത് കഴിയുകയുള്ളൂ. ഇന്നത് പുറത്ത് പറയാൻ പോലും നമുക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നും മനസ്സിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും നിങ്ങൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തെ ഉയരങ്ങളിൽ നിന്ന കക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായി ഒരുമിച്ച് കൂടുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ വളരെ സൗഹൃദമായിട്ടുള്ള ഒരു കാലഘട്ടം ഓർമ്മയുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുന്ന നാളുകളിലുള്ള അതും ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലും ഉണ്ടാകാൻ സാധിക്കും. ആ ഓർമ്മ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ ഓർമ്മ അയവിറക്കാൻ ഇതുപോലൊരു അവസരം വളരെ വളരെ പ്രധാനമാണ് എന്നത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അലുമിനി ആ നിലയിൽ സംഘടിപ്പിച്ച് അത് കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കലാലയം അവിടെ നിന്ന് ഇവിടെ എത്തി. അന്ന് ആദ്യത്തെ പ്രിൻസിപ്പൽ ശ്രീധരൻ സാർ എന്നാണ് എൻ്റെ മകൾ. പിന്നെ യൂണിവേഴ്സിറ്റി കൺട്രോളറായി മാറിയ അല്ലേ അത് കഴിഞ്ഞ് രാമനാഥൻ സാറാണ്. ഈ രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത് അന്നത്തെ MLA സുരേന്ദ്രനാഥ് ആശാൻ പ്രത്യേക താല്പര്യമുണ്ട്. ശ്രീധരൻ സാറിനെ പ്രിൻസിപ്പളാക്കി ഇവിടെ കൊണ്ടുവരാനും അതുപോലെ രാമവാര്യർ സാർ നാൾ ഇവിടുത്തെ പ്രിൻസിപ്പളായിരിക്കാനും ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ബാലാരിഷ്ടകളെല്ലാം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതൊരു കോളേജ് ക്യാമ്പസാക്കി മാറ്റിയെടുക്കാൻ ഇവിടെ പറഞ്ഞല്ലോ UP സ്കൂളിനോടൊപ്പം ഉള്ള ചെറിയ ഷെഡിലാണ് തുടക്കം കുറിച്ചത്. അത് കോളേജായി യാഥാർത്ഥ്യമാക്കാൻ വലിയ പരിശ്രമമാണ് അന്നത്തെ ജനപ്രതിനിധികൾ. അന്നത്തെ നെടുമങ്ങാലത്തെ എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സാമൂഹ്യ സംഘടനകളും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറുന്നത്. ഓരോരുത്തരുടെയും പങ്ക് അതിൽ വളരെ വലുതാണ്. ഈ അടുത്ത നാളിൽ നിലവിലുള്ള കുറവുകളെല്ലാം മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവരുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വൻ വിജയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു സ്കൂളാണെങ്കിലും കോളേജ് ക്യാമ്പസിലാണെങ്കിലും അവർക്കുള്ള സംഭാവന വളരെ വളരെ വലുതാണ്. അത് നമുക്ക് എങ്ങനെ അവരെ ഉപയോഗപ്പെടുത്താമെന്ന് നല്ല ഭാവനയോടുകൂടി അതിൻ്റെ ചുമതലകളിൽ ഭാരവാഹികളായി വരുന്നവർ അതാലോചിക്കണം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിലേക്ക് അതെത്തിക്കാൻ അത്തരം കൂട്ടായ്മകളുടെ ഇടപെടലുകൾക്ക് സാധിക്കും. ഞാനിത് ചെറിയ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു യോഗത്തിലും പറഞ്ഞു, വിലമതിക്കാനാകാത്ത സമ്പത്താണ് പൂർവ്വ വിദ്യാർത്ഥി. ഒരു ക്യാമ്പസിനെ സംബന്ധിച്ച്, ഒരു സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് വില എഴുതി കൂട്ടിയാൽ കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി സങ്കല്പത്തിനപ്പുറത്ത് വിലമതിക്കാനാകാത്ത ഒന്നാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും പങ്കാളിത്തവും സംഭവിക്കുന്നത്. അത് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ സ്കൂളുകൾ മുതൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അത് സ്കൂളുകളാകട്ടെ, പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ക്യാമ്പസുകൾ, എന്തിന് പ്രീ പ്രൈമറി തലം മുതൽ അത് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമുക്ക് വലിയ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ വിനോദനോട് ചോദിച്ച ചോദ്യങ്ങളാണ്, ഈ ക്യാമ്പസിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തിടപെടാൻ കഴിയും? അതിൽ നമുക്ക് എന്തെല്ലാം പുതിയ
മാറ്റങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. നിങ്ങളുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഗ്രൗണ്ട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് പറയില്ല. ഇവിടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കുറവുകളുള്ളത് മാറ്റാൻ നിങ്ങൾ ഇടപെടണം, കൊടാനുകൂടിയുള്ള ചെലവഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതെല്ലാം ചെയ്യാനുള്ള സംവിധാനം ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയാണ്, അവർ ചെയ്യേണ്ടതാണ്, അവർ ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷെ നമ്മുടെ പഠനത്തെ, നമ്മുടെ വിദ്യാർത്ഥികൾ, ഞാൻ കഴിഞ്ഞ 4 വർഷവും നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ തിരക്കും അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ശ്രദ്ധേയമായ പങ്കാളിത്തവും കണ്ടപ്പോൾ ഇത്തവണ 2 ദിവസങ്ങളായിട്ടാണ് സംഘടിപ്പിച്ചത്. 1500 പരം വിദ്യാർത്ഥികൾ നേരിട്ട് അത് പങ്കെടുത്തു. ഞാനിത് പറയാൻ കാരണം, നല്ല മിടുക്കികളായ നമ്മുടെ കുഞ്ഞുങ്ങൾ, അതിൽ 2 കുട്ടികൾ എന്നോട് മൊമൻറ്റോ ഏറ്റുവാങ്ങുമ്പോൾ പറഞ്ഞത് ഒരു സ്വകാര്യമായി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ 2 പേരോടും പറഞ്ഞു, യോഗ നടപടി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. 2 പേരും പറഞ്ഞ വിഷയം മറ്റൊന്നുമല്ല, ഉപരിപഠനത്തിന് പോകാനുള്ള സാമ്പത്തിക അവസ്ഥയല്ല ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ. പക്ഷേ അവർ SSLCക്കും +2നും 100% മാർക്ക് നേടി ജയിച്ചതാണ്. അപ്പോൾ പഠനത്തെ സംബന്ധിച്ച് അവർക്ക് ഉന്നത പഠനങ്ങളിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ സാമ്പത്തിക അവസ്ഥ ആ 2 വിദ്യാർത്ഥികളുടെയും ഉപരിപഠനത്തിന് ആവശ്യമായ സപ്പോർട്ട് ഞാൻ മുൻകൈയെടുത്ത് തന്നെ അതിനാവശ്യമായി തീർന്നു. അത് കഴിഞ്ഞൊരു വിദ്യാർത്ഥി SSLC പരീക്ഷാ റിസൾട്ടിലും എല്ലാ വിഷയത്തിലും A+, +2 പരീക്ഷയുടെ റിസൾട്ടിൽ 96% മാർക്ക്. ആ കുട്ടിയും രക്ഷകർത്താവും കൂടെ എൻ്റെ വീട്ടിൽ തന്നെ കാണാൻ ചെയ്യുന്നത്. അതും നെടുമങ്ങാട്ട് അവർ പറഞ്ഞത് മറ്റൊന്നുമല്ല, എൻട്രൻസ് എക്സാമിനേഷനിൽ പോകണം, പക്ഷേ പൈസ ഇല്ല, സ്വന്തമായി വീടില്ല, സ്വന്തമായി വസ്തുവില്ല, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനത്തിനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത്തരം കൂട്ടായ്മകൾ അതത് ക്യാമ്പസിനുള്ളിൽ പല വിധത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ ഒരു കൈത്താങ്ങ് നൽകാൻ അതിനനുസരിച്ചുള്ള പരിപാടികൾ ഒരുപാട് പേർക്ക് നമ്മുടെ കൊപ്പിന് ഒതുങ്ങാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ 1 or 2 പേരെയെങ്കിലും ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് അവസരം ചോദിക്കാനുള്ളത്. നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ വളരെ മെച്ചപ്പെട്ട, നമ്മളെക്കാൾ എത്രയോ അറിവും കഴിവുമുള്ളവരായി നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള സാഹചര്യമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകം എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി നമ്മുടെ ആ പാരമ്പര്യ രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ പുതിയ മാർഗങ്ങൾ, പുതിയ ചിന്തകളിലേക്ക് മാറുകയുണ്ട്. അത് എല്ലാ ക്യാമ്പസുകളിലും ആ ചിന്ത വളർന്നു വരേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ ക്യാമ്പസിൻ്റെ ശക്തിക്ക് നല്ല ശക്തി പകർന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ താലൂക്കിലെ പ്രഥമ ഗവൺമെൻറ് വിദ്യാലയം എന്ന നിലയിൽ, അല്ലെങ്കിൽ കോളേജ് എന്ന നിലയിൽ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ സന്തോഷത്തോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആരാധ്യനായ മന്ത്രിയുടെ നല്ല വാക്കുകൾക്കും മികച്ച വിലയേറിയ നിർദ്ദേശങ്ങൾക്കും നന്ദി. അതോടൊപ്പം അദ്ദേഹത്തിനോടും നമ്മുടെ കൂട്ടുകാരോടും പറയേണ്ടത്, നമ്മൾ കഴിഞ്ഞ വിപുലമായ മീറ്റിങ്ങിന് ശേഷം 2018 ശേഷം നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും
ഭാഗമായും ഏറ്റെടുത്തത് നമ്മുടെ അലുമിനിയാണ്. അതോടൊപ്പം ഇവിടെ 2022 വരെ മെറിറ്റ് ഡേക്ക് ക്യാഷ് അവാർഡുകളും നമ്മുടെ ഈ സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം ആദരണീയനായ മന്ത്രിയുടെ വാക്കുകൾ വിലക്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു 2 ആദരം ഇപ്പം ഈ ഘട്ടത്തിൽ ചെയ്തതിന് ശേഷമാണ് തുടർന്ന് നമ്മൾ പരിപാടിയിലേക്ക് കടക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ ഈ ഗവൺമെൻറ് കോളേജിൽ മലയാളം വിഭാഗത്തിലെ അധ്യാപികയായ ശ്രീമതി ബീന കൃഷ്ണൻ ഭിന്നശേഷി മേഖലയിൽ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച സർക്കാർ ജീവനക്കാർക്കുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. ബീന കൃഷ്ണൻ ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം നമ്മളെ ഒരിക്കൽ കൂടി എന്ന നമ്മുടെ ഈ പ്രധാനപ്പെട്ട പരിപാടിക്ക് ഇവിടെ മുഖ്യ സ്പോൺസറായിട്ടുള്ള ഇൻ റോയൽ ഫർണിച്ചറിൻ്റെ ഇൻ റോയൽ പ്രോപ്പർട്ടീസിൻ്റെ പ്രതിനിധി ശ്രീ രാജേഷിനെ നമ്മുടെ നെറ്റ്കോസയുടെ ഒരു ആദരം ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഒരിക്കൽ കൂടി എന്ന പരിപാടിക്ക് ഒരു സ്പോൺസറായിട്ടുള്ള നമ്മുടെ ഇൻ റോയൽ പ്രോപ്പർട്ടീസിൻ്റെ പ്രതിനിധി ശ്രീ രാജേഷ്. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ നമ്മുടെ ആരാധനായ മന്ത്രി ശ്രീ ജി ആർ രാമന് നമുക്ക് സ്നേഹത്തോടുകൂടി ഇവിടെ നൽകാം. ഒപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശംസകൾ വളരെ ചെറിയൊരു ലളിതമായ ചടങ്ങാണ്. അതിനുശേഷം നമ്മൾ ഒന്നിച്ചുകൂടി മറ്റു പല പരിപാടികളിലേക്ക് കിടക്കുന്നുണ്ട്. നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളതിൽ ആദ്യം നമുക്ക് ശ്രീ വി ഷിനിലാലിനെ വിളിക്കാം. അദ്ദേഹം, നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ കലാലയത്തിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിരവധി വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുകയും കഥയിലും കവിതയിലുമായി നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും നോവലിലും കഥയിലുമായി നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും കേരള സാഹിത്യ അക്കാദമിയുടെ നോവലിനുള്ള അവാർഡും ഇത്തവണ ചെറുകഥയ്ക്കുള്ള അവാർഡും നേടി നമ്മുടെ കോളേജിൻ്റെയും ഈ നാടിൻ്റെയും മലയാള സാഹിത്യത്തിൻ്റെയും യശസ് ഉയർത്തുകയുണ്ടായി. അദ്ദേഹത്തെ, ശ്രീ വി ഷിനിലാലിനെ, നമ്മുടെ ഈ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ, നെടുമങ്ങാടുകാരൻ എന്ന നിലയിൽ നമുക്ക് ആദരപൂർവ്വം ഈ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കാം. ശ്രീ ഷിനിലാൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് എൻ്റെ കൂടെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട ഒന്നാണ് നമ്മുടെ സ്വാഗത പ്രസംഗം ചെയ്ത സാനുമോഹൻ്റെ പ്രസംഗം. സാനുമോഹൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ട രോമാഞ്ചം വരും. കാര്യം 1990 ഇവിടെ ആശയ സംവാദം നടന്നതെന്നൊക്കെയാണ് സാനു പ്രസംഗിച്ചത്. അപ്പോൾ അത് കേട്ടിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് വിനോദോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ ചെറുപ്പം പറയാനായിരിക്കുന്നത് ആശയ സംവാദം പറഞ്ഞ് രാവിലെ സാനുമോഹൻ ചുമയൊക്കെ പോയി കരാട്ടയൊക്കെ പഠിക്കുമ്പോൾ ആശയ സംവാദം പറഞ്ഞ് ഇവിടെ നമുക്ക് വിനോദത്തിൽ ഉണ്ടാക്കുക. ഇതാണ് അതിനെനിക്ക് വിനോദിന്റെ അധ്യക്ഷ പ്രസംഗം കേട്ടപ്പോൾ വിനോദം പറയുന്നു, ഇനിയും ഞാൻ ആശയ സംവാദം വിനോദത്തെ ഉള്ളിൽ പറയുന്നത് ശരാജ് പറയുമ്പോൾ ഓർമ്മിപ്പിക്കല്ലേ പൊന്നയെന്നാണ് ഉള്ളിൽ പറയുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം പണ്ട് നമ്മൾ 18-20 വയസ്സിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വം നമുക്കിപ്പോൾ ഇല്ല. നമ്മളന്ന് പല കണ്ടെത്തലുകളും കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു ഉത്തരവാദിത്വം വേറെ ആളുകളുണ്ട്. ഇപ്പോൾ അന്ന് അടിപൊളി അല്ലെങ്കിൽ പ്രസംഗിച്ച് സാധനങ്ങൾ എന്നിരിക്കണം. അന്ന് ഇനിയിപ്പോൾ അതിനേക്കാളും കുറയാണ്. ഇതാണ് അവസ്ഥ. അപ്പം
അത് അങ്ങനെയുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പം വിനോദ് അഡ്വക്കേറ്റാണ്. പണ്ട് പിടിച്ചതിൻ്റെ കേസാണ് വിനോദ് ഇപ്പം കൊടുക്കുന്നത്. വിനോദ് എടുത്തിട്ടില്ല, വിനോദിന് ഇടിക്കാൻ കിട്ടിയിട്ടില്ല, വിനോദ് ഓടിക്കളഞ്ഞു. അതൊക്കെ ഞാനിവിടെ പീഡിക്കുന്നതിനാണ് പഠിച്ചത്. ഞാൻ വിചാരിച്ച ഞങ്ങൾ ആദ്യം വന്നപ്പോഴത്തേക്ക് വന്ന് നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആരെയും കാണാനില്ല. ഞാൻ വിചാരിച്ച എല്ലാവരും വയസ്സായി ജയിച്ചു. നോക്കുമ്പോൾ 10-90 വയസ്സുള്ള മുരുകനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 90-95 വയസ്സുള്ള അനി. അല്ല, പ്രധാനപ്പെട്ട വേറെ സിനിമകളുണ്ട്. ഇപ്പം എനിക്കിവിടെ പ്രിവിലേജ് ഉണ്ട് നിങ്ങളെ സംസാരിക്കുന്നത്. കാരണം ഈ അനിയും പറയണമാരൊക്കെ പണ്ട് എൻ്റെ ഇരട്ടപ്പേര് വിളിക്കുന്നത്. അത് പക്ഷേ തൊട്ടടുത്ത് വീടുന്നവർക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം നിന്നിട്ട് അനിയുടെ ഇരട്ടപ്പേര് വിളിച്ചാൽ നിങ്ങളെല്ലാവരും കേൾക്കും. അനി ജീവിതമാകെ മാറും. എൻ്റെ അനി വിളിക്കുന്നില്ല, അവരവിടെ നിന്ന് തൊഴിലിങ്ങനെ കാണിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വൈബ്രൻ്റായ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അത്രയും കൊഴുത്തുകൊണ്ടില്ല, ഇന്നത്തെ അത്രയും ഇതില്ല, എന്താണ് അസുഖമില്ല, ഇന്നത്തെ അത്രയും മേക്കപ്പ് ഇല്ല. മേക്കപ്പ് അന്ന് മര്യാദയ്ക്കുള്ള ഇത്രയും മേക്കപ്പ് എക്യുപ്മെൻറ്റ്സ് അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അന്ന് ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. ശാസ്ത്രം വളരെ ബാക്കിലായിരുന്നു. അതിനുശേഷം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടാണ് നമ്മളെ സാമ്പ്രദായികമായ ഈ യുവതികൾ നമ്മളോട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. വലിയൊരു എഫർട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഒരു സീരിയസ് ആയ കാര്യങ്ങൾ പറയാം. സീരിയസ് ആയ കാര്യം പറഞ്ഞാൽ ഈ കോളേജിൽ PhD ചെയ്യുന്ന കുറച്ച് പിള്ളേരെ പരിചയമുള്ള പോകും. ഇവരിടയ്ക്ക് നമ്മുടെ അവിടെ ഒരു ഫെസ്റ്റിവൽ, ഒരു സാഹിത്യമായിട്ട് ഫെസ്റ്റിവൽ നടത്തണം. സാഹിത്യം, ചരിത്രം, മലയാളം. അങ്ങനെ അവർ എന്നോടൊന്ന് സമീപിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത് നടത്താനുള്ള റിസോഴ്സൊന്നുമില്ല, ഞാൻ വരാം, കാഴ്ചക്കാരനായിട്ടോ അല്ലെങ്കിൽ കൂടെ തള്ളി മറിക്കാനായിട്ട് മുന്നോട്ട് വരാമെന്നാണ്. പക്ഷെ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവർക്കുള്ള സാമ്പത്തിക ചെലവഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് പാറക്കുളം നടത്തുന്നവരുണ്ടാവും, ജിമ്മ് നടത്തുന്നവരുണ്ടാവും, അല്ലേ? അപ്പം ഇവരെല്ലാവരും കൂടെ സഹകരിച്ചാൽ ഈ കോളേജിൽ ഒരു കുറച്ചുകൂടെ ഗെയിമുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ആലോചിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ബീന കൃഷ്ണ ടീച്ചർ വലിയൊരു പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം നേടിയാണ്. ടീച്ചറിനെ ഞാൻ നിരന്തരം എന്നോട് ബന്ധപ്പെടാറുള്ള ടീച്ചറാണ്. ടീച്ചർക്കൊരു അഭിനന്ദനങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത സാറും വിനോദ് തുടങ്ങിയ ഷീനും ഹാരി തുടങ്ങി ഒരുപാട് പേരുടെ ഒരു ശ്രമമാണ്. അതിന് എൻ്റെ ആശംസകൾ കൂടി അർപ്പിച്ചു നടത്തുന്നു. നമ്മുടെ പ്രതിനിധിയായിട്ട് ഇന്ന് ആശംസ അർപ്പിക്കാനായിട്ട് മറ്റൊരു അതിഥി കൂടിയുണ്ട്. അതിഥി എന്ന് പറയാൻ കാരണം നമ്മൾ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിൽ ഇടപിടിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച ഒരു മിടുക്കിക്ക് കഴിഞ്ഞു. സന്ധ്യ HR KS നേടി ഇന്ന് സെക്രട്ടേറിയറ്റിലെ ജലസംരക്ഷണ വകുപ്പിൽ ജലവിഭവ വകുപ്പിൽ അണ്ടർ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ സാല് പരിചയപ്പെടുത്തി സന്ധ്യയെ നമുക്ക് ആശംസ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇപ്പോൾ കുറച്ചു നേരം ശ്രദ്ധിച്ചാൽ മനസ്സിലായി, പ്രസംഗത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ ആരും പ്രസംഗം കേൾക്കാനൊന്നുമല്ല ഇരിക്കുന്നത്. എല്ലാവരും പരസ്പരം പരിചയപ്പെടാനും സംസാരിക്കാനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അപ്പോൾ എല്ലാവർക്കും പരസ്പരം സംസാരിക്കാനുള്ള, സൗഹൃദം പുതുക്കാനുള്ള
സന്ധ്യ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വലിയൊരു ചടങ്ങിലേക്ക് പോകാത്തത് തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണാം. 1 മണിക്കൂറിനകം തന്നെ നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു പരിപാടിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കിനി ഒരു അതിഥി കൂടി, നമുക്ക് അതിഥിയല്ല, ഈ സ്കൂളിൻ്റെ സ്ഥാപനത്തിൻ്റെ കലാലയത്തിൻ്റെ അതിഥേയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളോട് സഹകരിക്കുന്ന പ്രിൻസിപ്പൽ ടീച്ചർ, ഈ നെടുമങ്ങാട് ഗവൺമെൻറ് കോളേജിൻ്റെ നിലവിലുള്ള പ്രിൻസിപ്പൽ ടീച്ചർ ഡോക്ടർ ഷീല കുമാരിയലിനെ ആശംസ അർപ്പിക്കാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. ഗുരുതത്വം തുടങ്ങിയ പ്രപഞ്ചത്തിന് നന്ദി, നമസ്കാരം. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, ഗുരുനാഥന്മാരെ, അതുപോലെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരു സ്കൂൾ തുറന്നു വന്ന ഒരു പ്രതീതി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെല്ലാം ഇരുന്ന് കലവില പറഞ്ഞ് വെള്ളം വയ്ക്കത്തില്ലേ, ആ ഒരു അലയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും സന്തോഷകരാണ്. എല്ലാവരുടെ മുഖത്തും ആർക്കും ആരോടും അസൂയയോ കുശുമൊന്നുമില്ല, വഴക്കില്ല, വടക്കമില്ല. എല്ലാവരും മനസ്സുകൊണ്ടങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ആ സന്തോഷമാണ് ഈ അന്തരീക്ഷമാകെ വിതറി ഇരിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു സമയം, മുഹൂർത്തം എനിക്കായി തന്ന ഈ പ്രപഞ്ചത്തിന് കോടി കോടി പ്രണാമം. കാരണം ഇത് 8 വർഷത്തിന് മുമ്പ് നടന്നൊരു കൂട്ടായ്മ, അതിനുശേഷം ഇവിടെ നടത്താൻ വേണ്ടി നമ്മുടെ കോളേജിലെ തന്നെ ഒരു അധ്യാപകനായ നസീം സാറിനെ ഏൽപ്പിക്കുകയും അതിൻ്റെ അലയനവണ്ണം പഴയ ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. സന്തോഷത്തിനപ്പുറം ജീവിതത്തിലൊന്നുമില്ല. ആ സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ കാണാൻ കഴിയുന്നത് ജീവിതത്തിലെ പരമഭാഗ്യമായി കരുതുന്നു. അങ്ങനെയുള്ള പരമഭാഗ്യം എനിക്ക് സാധിച്ചു തന്നതിന് ഈ ഒരിക്കൽ കൂടി എന്ന ഈ ഗ്രൂപ്പിൻ്റെ, ഈ പ്രോഗ്രാമിൻ്റെ ചുക്കാൻ പിടിച്ച എല്ലാവർക്കും, ഇന്നിവിടെ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമീപത്ത് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു നല്ലൊരു നിമിഷത്തിലേക്ക് വേണ്ടി ഇങ്ങോട്ട് വരണം. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മളേറെ ആദരിച്ച, നമ്മളാക്കിയ അധ്യാപകരെ നമ്മൾ ആദരിക്കുകയാണ്. നെറ്റ്കോസയുടെ ആഭിമുഖ്യത്തിലുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, എല്ലാവരും നമ്മുടെ ഈ ബഹുമാനപ്പെട്ട അധ്യാപകരെ ഒന്ന് കാണാനും അവരെ ആദരം നൽകുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അധ്യാപകർക്കുള്ളൊരു ആദരമാണ് അത് ആദരം എന്നതിനപ്പുറം അത് നമ്മുടെ സ്നേഹമാണ്. അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിനിധികളായിട്ട് ഇവിടെ തന്നെ നെറ്റ്കോസയുടെ ഭാരവാഹികളായി വി ഷില്ലാനുണ്ട്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളോടൊപ്പം സഹകരിക്കുന്നവരുമായ വി ഷില്ലാനുണ്ട്, ഹരിയുണ്ട്, നമ്മുടെ വിനോദ് പ്രസിഡന്റുണ്ട്, സാനുണ്ട്, ഒപ്പം നമ്മുടെ കേസ് കിട്ടിയ നമ്മുടെ സന്ധ്യ, ഒപ്പം നമ്മുടെ വിജയലക്ഷ്മിയെ ക്ഷണിക്കുന്നു ഇങ്ങോട്ട്. ഡോക്ടർ നസീം, നേരത്തെ പ്രിൻസിപ്പൽ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ സ്കൂൾ കോളേജിലെ അധ്യാപകനുമാണ്. ഒപ്പം നമ്മുടെ നെറ്റ്കോസ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു സംഘാടകനുമാണ്. നസീമിനെയും ക്ഷണിക്കുന്നു. പ്ലീസ്, നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി എല്ലാവരും പല ബാച്ചുകൾക്കും പരിചയരായിരിക്കും. നമുക്ക് എല്ലാവർക്കും എല്ലാ അധ്യാപകരെയും അറിയില്ല. പക്ഷേ ഇന്നിവിടെ എത്തിയിട്ടുള്ള, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒപ്പം നമുക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകർ നിരവധി പേരുണ്ട്. അതിൽ എനിക്കുൾപ്പെടെ അറിയാവുന്ന, ഒരുപാട് പേർക്ക് അറിയാവുന്ന ശ്രീ പുഷ്പാങ്കദൻ സാർ, പ്ലീസ് നമുക്ക് അദ്ദേഹത്തെ ആദ്യമായി നമ്മുടെ സ്നേഹം അറിയിക്കാം. പുഷ്പാങ്കദൻ സാറിനെ വി ഷിനിലാൽ നമ്മുടെ നെറ്റ്കോസയുടെ സ്നേഹം നൽകി ആദരിക്കാം. എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ABCD അറിയാത്ത നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന പുഷ്പാങ്കദൻ സാറാണ്. എനിക്ക് എല്ലാ വിഷയങ്ങളും എല്ലാ സാറന്മാരെയും അറിയില്ല, പക്ഷേ മണിരാജൻ സാർ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അറിയാം. അടുത്തതായി നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മണിരാജൻ സാർ. സാനു മോഹൻ അദ്ദേഹത്തെ നമുക്ക് വേണ്ടി നമ്മുടെ സ്നേഹം അർപ്പിക്കുന്നു. അടുത്ത് നമുക്ക് എല്ലാവർക്കും ഏറെ പേർക്ക് അറിയാവുന്ന മറ്റൊരു അധ്യാപകനാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ സുകുമാരൻ സാർ. സുകുമാർ സാറിനെ സ്നേഹാദരവോടുകൂടി ഡോക്ടർ നസീമാണ് അദ്ദേഹത്തെ നമ്മുടെ സ്നേഹം അറിയിക്കുന്നത്, ആദരം അർപ്പിക്കുന്നത്.
അടുത്തതായി പ്രിയപ്പെട്ട ജേക്കബ് സാറിനെ സ്നേഹപൂർവ്വം ആദരം ഏറ്റുവാങ്ങുന്നതിനുമായി ക്ഷണിക്കുന്നു. വിനോദ്, നമ്മുടെ പ്രസിഡന്റ് വിനോദ്. അടുത്ത് നമുക്ക് സ്നേഹപൂർവ്വം വിജയൻ സാറിനെ ക്ഷണിക്കാം. വിജയൻ സാർ പ്ലീസ്. സന്ധ്യ, നമുക്ക് വേണ്ടി സന്ധ്യ KS അദ്ദേഹത്തെ. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങിയിരുന്ന നമ്മുടെ കായികാധ്യാപകനായിരുന്ന സാലിസാറിനെ സാലു മോഹൻ ആദരവ്. അടുത്ത് നമുക്ക് ആശ ടീച്ചറെ ക്ഷണിക്കാം. ആശ ടീച്ചർ, വിജയലക്ഷ്മി ആശ ടീച്ചറെ നമ്മുടെ സ്നേഹം അർപ്പിച്ചുകൊണ്ട് ആദരിക്കും. കവിത ടീച്ചർ, നമ്മുടെ പൂർവ്വ അധ്യാപികയായിരുന്ന കവിത ടീച്ചർ ഹരി, നമ്മുടെ ഹരികൃഷ്ണൻ മെഡ്കോസയ്ക്ക് വേണ്ടി കവിത ടീച്ചർക്ക് നമ്മുടെ പൊന്നാട അണിയിച്ച് സ്നേഹമർപ്പിക്കുന്നു. നമ്മുടെ ആദ്യകാല വിദ്യാർത്ഥി, നമ്മുടെ നെറ്റ്കോസയുടെ ഒരു പ്രധാന ഭാരവാഹിയുമായിരുന്ന വീരമണി എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരേണ്ടതാണ്. വീരമണിയെ ആദരിക്കാനല്ല, വീരമണി ആദരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. രാധാമണി ടീച്ചറെയാണ് വീരമണി നമുക്ക് വേണ്ടി ആദരം അർപ്പിക്കുന്നത്. രാധാമണി ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി രാജഗോപാൽ സാറിനെ ക്ഷണിക്കുന്നു. അത് ആദരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റ്കോസയുടെ ഭാരവാഹി സുനി, SI സുനി നമ്മുടെ വേദിയിലേക്ക് വന്ന് നമ്മുടെ രാജഗോപാൽ സാറിനെ നമ്മുടെ സ്നേഹം അർപ്പിക്കാനായിട്ട്. അടുത്തതായി സുദർശനൻ പിള്ള സാറിനെ നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. സുധീർ ഖാൻ, നമ്മുടെ നെറ്റ്കോസയുടെ ഭാരവാഹിയായി സുധീർ ഖാൻ വേദിയിലുണ്ട്. ജോൺസൺ സാറിനെ നമ്മളെ സ്നേഹം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. സുധാകരൻ സാർ, ആദ്യ ബാച്ചിൽ നമ്മുടെ 81 കോളേജ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യ ബാച്ചിലെ പ്രതിനിധിയാണ് സുധാകരൻ സാർ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹമാണ് ജോൺസൺ സാറിന് ആദരം നൽകുന്നത്. അടുത്തതായി വേണുമോഹൻ സാർ, നമ്മുടെ പൂർവ്വ അധ്യാപകൻ എത്തിയിട്ടില്ല. നൂർജം ബീബി ടീച്ചർ, നമ്മുടെ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട നൂർജം ബീബി ടീച്ചറെ ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റ്കോസയുടെ ഭാരവാഹി കൂടെയായിട്ടുള്ള TG പ്രശാന്ത്, രാജേഷ് കുമാർ എന്നിവർ കൂടി വേദിയിലേക്ക് വരേണ്ടതാണ്. നൂർജം ടീച്ചറിന് ആദരം നൽകുന്നു TG പ്രശാന്ത്. അടുത്തതായി കൊച്ചുകൃഷ്ണൻ സാർ, നമ്മുടെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പൂർവ്വ അധ്യാപകനായ കൊച്ചുകൃഷ്ണൻ സാർ ആദരം നൽകുന്നത് നമ്മുടെ നെറ്റ്കോസയുടെ ഭാരവാഹി കൂടെയായിട്ടുള്ള രാജേഷ്. PK രവീന്ദ്രൻ സാർ,
നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പൂർവ്വ അധ്യാപകനായിട്ടുള്ള രവീന്ദ്രൻ PK ആദരം അർപ്പിക്കുന്നത് വിനോദ്, നമ്മുടെ നെറ്റ്കോസയുടെ പ്രസിഡന്റ്. മീര, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, നമ്മുടെ സംഘാടകയായിട്ടുള്ള മീര. അടുത്തതായി അനിൽകുമാർ സാർ, നമ്മുടെ പൂർവ്വ അധ്യാപകനായിട്ടുള്ള അനിൽകുമാർ സാർ സദസ്സിലുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കും. ആദരം നൽകുന്നത് മീര, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നെറ്റ്കോസയുടെ ഭാരവാഹിയുമായിട്ടുള്ള മീര. അടുത്തതായി ദേവകുമാർ സാർ. ദേവകുമാർ സാർ സജി, നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മളോട് സഹകരിക്കുന്ന സജി, പൂർവ്വ വിദ്യാർത്ഥിയായ സജി. അനിൽകുമാർ സാർ വന്നു. തോമസ് കുരുവിള സാർ. നമ്മുടെ ആദരം ഏറ്റുവാങ്ങുന്നു. സാനു മോഹൻ, അദ്ദേഹത്തിനുള്ള ആദരം. കൃഷ്ണവേണി ടീച്ചറെ സ്നേഹാദരോട് ക്ഷണിക്കുന്നു. അജി, നമ്മുടെ നെറ്റ്കോസയുടെ പ്രവർത്തകനായിട്ടുള്ള അജിയെ ആദരം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ നെറ്റ്കോസയുടെ ഭാരവാഹി ശ്രീ ഫാറൂഖ് ഒന്ന് വേദിയിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കിനി ഒരാൾ കൂടിയാണ്, നമ്മുടെ പൂർവ്വ അധ്യാപകർ കൂടിയാണ് നമ്മുടെ ആദരം ഏറ്റുവാങ്ങാനായിട്ടുള്ളത്. റുഖാലത്ത് ബീവി ടീച്ചർ, പ്രിയപ്പെട്ട റുഖാലത്ത് ബീവി ടീച്ചറെ ആദരം നൽകുന്നത് ഫറൂഖ്, നമ്മുടെ നെറ്റ്കോസയുടെ പ്രധാന പ്രവർത്തകനായിട്ടുള്ള ഫറൂഖാണ് റുഖാലത്ത് ബീവി ടീച്ചറെ ആദരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദരം, നമ്മുടെ ഇവിടെ 24ഓളം അധ്യാപകർ നമ്മുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് എത്തിക്കഴിഞ്ഞു. അവർക്കെല്ലാവർക്കും ഉള്ള സ്നേഹം പങ്കിടുന്നു. അവരുമായിട്ട് നമ്മൾ പൊതുവേദിയിൽ 24 പേർക്ക് നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ സമയപരിമിതിയും നമ്മുടെ പരിപാടിയും അങ്ങനെയല്ല ക്രമീകരിച്ചിരിക്കുന്ന, മറിച്ച് നമ്മുടെ ചെറിയ ഗ്രൂപ്പുകളിലായി നമ്മൾ പിരിഞ്ഞുകൊണ്ട് ഉച്ചവരെ, ഭക്ഷണം വരെ നമ്മൾ തമ്മിൽ സംവദിക്കുകയാണ്. അധ്യാപകരും നമ്മളും ഒന്നിച്ചു കൂടുകയാണ്. ഒരു KL 05AT9669 വാഹനം, കാറ് ഒന്ന് ആ ബ്ലോക്കിലാണ്, അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. KL 05AT9669. അപ്പോൾ നമ്മൾ ഈ ചടങ്ങ് തൽക്കാലം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതിന് മുമ്പൊരു കാര്യം കൂടി, നമ്മുടെ നെറ്റ്കോസയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. വിവരശേഖരണം നമ്മൾ നടത്തുന്നുണ്ട്. ദയവേത് ആരും ആ ഒരു പ്രൊഫോമ പൂരിപ്പിച്ച് കൊടുക്കാൻ മറക്കരുത്. ദയവേത് എല്ലാവരും ഇത് ചെയ്യുക. വൈകുന്നേരം നമുക്ക് 4 മണി വരെ നീളുന്ന പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മനോഹരമായ ഗാനമേള, സംഗീത സദസ്സ് ഒരുക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണമുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം. ഇനി ഈ ചടങ്ങിന്, ഔപചാരികമായി ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ നെറ്റ്കോസയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള ഹരീഷനാണ്. ഹരിയെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. നമുക്കിനി ഒരു ഔപചാരികമായ ഒരു വലിയ നന്ദി പ്രമേയത്തിന് ഞാൻ നിൽക്കുന്നില്ല. കാരണം സമയപരിധി വളരെ കുറവാണ്. നമ്മുടെ 40-44 വർഷക്കാലമായ കുറേ ആൾക്കാരെ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കണമെന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ, പിന്നെ എല്ലാവരും കയ്യെത്താത്ത ദൂരത്താണ് പലരും ഉള്ളത്. അവരെല്ലാവരും ഉടനെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും നമ്മുടെ ഈ പങ്കെടുത്ത ഇത്രയും പേരെങ്കിലും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിലൊരു വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അതിന് നന്ദി പറഞ്ഞു ഞാൻ നന്ദി എന്ന കടമയിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആദ്യമായി നമുക്ക്
നമുക്ക് നന്ദി പറയാനുള്ള ഞങ്ങളുടെ ആദ്യം മുതൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ നമ്മുടെ അധ്യക്ഷൻ കെ വിനോദിനാണ്. കാരണം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഇത് ഞങ്ങളുടെ മീറ്റിംഗ് കൂടുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും എല്ലാ കോർഡിനേഷൻ നടത്തുകയും ബാക്കി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പിന്നെ എല്ലാവരും നമ്മുടെ വളരെ കുറച്ച് പേരെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് സഹായങ്ങളെ കുറിച്ച് അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി പല സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്നതിന് വളരെ കാര്യമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നിൽക്കുകയും അതിലെ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് കെ വിനോദിന് എൻ്റെ പേരിലും നെറ്റ്കോസിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഔപചാരികമായി ഉദ്ഘാടനം വെച്ച മന്ത്രി GR അനിൽ സാറിനാണ്. അദ്ദേഹത്തെ ഞാൻ പറയേണ്ടതില്ല, നമ്മുടെ ക്യാമ്പസിൽ തന്നെ പഠിച്ച ഒരാളാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതിൽ ഇക്കൂട്ടത്തിൽ പലരും ഇനിയും നമുക്ക് MLA ആയും മന്ത്രിയുമായും അല്ലെങ്കിൽ വലിയ KS നേടിയ സന്ധ്യ പോലെയും സാഹിത്യ അവാർഡ് നേടിയ ഷിൻലാലി പോലെ വളരെ പ്രതിഭകളെ ഇനിയും നമുക്കിവിടെ ഉണ്ടാവും, ഉറപ്പാണ്. ഇനി വരും തലമുറയ്ക്ക് അതൊരു പ്രചോദനമാകട്ടെ. അടുത്ത നമ്മുടെ നന്ദി മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിനെ ഞാൻ അതിൻ്റെ നെറ്റ്കോസിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതായി നമുക്ക് നന്ദി പറയുന്നത് നമ്മുടെ ഡോക്ടർ ഷീലാകുമാരി, നമ്മുടെ ഈ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഞങ്ങൾ ആദ്യ കമ്മിറ്റി കൂടുമ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് ഇട്ട മാഡത്തിന് ഞങ്ങളുടെ പേരിലും നെറ്റ്കോസിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ നെറ്റ്കോസിയുടെ പ്രധാനമായി ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ KC സാനുമോഹനെയാണ്. ഒരു കാരണവശാലും സാനു ഉൾപ്പെടാതെ ഒരു പരിപാടി വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ സാനുവിനെ ഞാൻ കൂടുതൽ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന സാനുവിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെയും നെറ്റ്കോസിൻ്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തായി നമുക്ക് ആശംസ അറിയിക്കേണ്ടത്, നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ ഷിനിലാൽ. അപ്പോൾ ഷിനിലാൽ നമ്മൾ ആരും പരിചയപ്പെടുത്തുന്നുണ്ട്, പക്ഷേ ഇത്രയും നമ്മളോടൊപ്പം പഠിച്ചെങ്കിലും ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. 2 സാഹിത്യ അക്കാദമി അവാർഡ് നമുക്കിവിടെ നേടിത്തരാൻ കഴിഞ്ഞ ഷിനിലാലിനെ, എൻ്റെ അടുത്ത സുഹൃത്തുമായ ഷിനിലാലിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മോടൊപ്പമുള്ള നമ്മുടെ സന്ധ്യ, നമ്മുടെ KS നേടിയ സന്ധ്യ, വളരെ സന്തോഷം നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഒരു KSകാരി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത്. അതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും സന്ധ്യയ്ക്ക് നമ്മുടെ നെറ്റ്കോസിയുടെയും എൻ്റെ നെറ്റ്കോസിയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ ഡോക്ടർ ഷിജു ഖാൻ, തീർച്ചയായും നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ ഈ കോളേജിൽ പഠിച്ച ആളെന്ന നിലയിലും പിന്നെ നമ്മുടെ സിൻഡിക്കേറ്റ് അംഗം നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന നമ്മുടെ ഷിജു ഖാന് നമ്മുടെ നന്ദി, നെറ്റ്കോസിയുടെ പേരിൽ നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ നമുക്ക് എന്നും ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മാറ്റി നിർത്താൻ കഴിയാത്ത കുറച്ച് അധ്യാപകർ നമ്മുടെ പിന്നിൽ നിൽപ്പുണ്ട്. എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരിക്കലും ചിലപ്പം എന്നെയൊക്കെ കാണുമ്പോൾ പല അധ്യാപകർക്ക് എന്നെ മനസ്സിലാവില്ല. ആ സമയത്ത് പോലും സ്ഥിരമായി ക്ലാസ്സിലൊന്നും കയറാത്തതുകൊണ്ട് എന്നെ തന്നെ മിക്കവാറും അധ്യാപകർക്ക് അറിയാൻ സാഹചര്യമില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു നിലയിൽ എത്തിച്ച നമ്മുടെ ഈ ഒരു നല്ല ഒരു മുന്നോട്ട് പോക്കിന് ഒരു മാർഗദർശിയായ എല്ലാ അധ്യാപകർക്കും എൻ്റെയും നെറ്റ്കോസിയുടെയും പേരിൽ പ്രത്യേകം ഒരു നന്ദി അറിയിക്കാം. പിന്നെ ഇനി അടുത്തായി നമ്മുടെ നെറ്റ്കോസിയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ പൂർണ്ണമായും സഹകരിക്കാൻ പലർക്കും അസൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും നല്ല മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നെറ്റ്കോസിയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എൻ്റെയും നെറ്റ്കോസിയുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തായി നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇത്രയും പേര് ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഈ പരിപാടി വിജയിക്കുന്നതിന് നിർണായകമായി പങ്കുവെച്ച എൻ്റെ പ്രതിനിധിക്കുന്ന എൻ്റെ അനിയത്തിയും ചേട്ടനും ചേച്ചിമാരും എല്ലാവരും ഉൾപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഈ പരിപാടി വിജയിപ്പിക്കാൻ തന്നെ ഇത്രയും ഗംഭീരമായ ഒരു ഇത്രയും ആൾ തന്നെ വരുമെന്ന് ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം കാലാവസ്ഥ തന്നെ വളരെ പ്രശ്നമായിരുന്നു. ഇതിലും കുറച്ചുകൂടി സംഘടിപ്പിക്കാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ശ്രമിക്കും. മാത്രമല്ല ഇനി നെറ്റ്കോസിയുടെ മുന്നോട്ടുള്ള പ്രയാണം വളരെ കുറച്ചുകൂടെ മുന്നോട്ടുള്ള നല്ല രീതിയിൽ നമ്മൾ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഇനിയും നിങ്ങളെല്ലാവരും ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് നന്ദി. ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.
നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് 8 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒത്തുകൂടിയതാണ്. രണ്ടാമത്തെ ഒത്തുകൂടലാണ്. നിങ്ങൾ ചില ചെറിയ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലായും കോളേജിലൊക്കെ കൂടുന്നുണ്ടെങ്കിലും 81 മുതൽ ഇത്രയും നാൾ വരെ 81 ഈ കോളേജിൽ ആദ്യം പഠിച്ച ആൾ നമ്മുടെ സുധാകരൻ സാറിനെ ഉൾപ്പെടെ പരിചയപ്പെട്ടു. അവർക്ക് 60 വയസ്സാണ്. എന്ന് വെച്ചാൽ 44 വർഷമായി നമ്മുടെ കോളേജിൽ. അപ്പം നമുക്കും വയസ്സ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ എടുക്കുന്ന ഫോട്ടോ പോലെ ആയിരിക്കില്ല പിന്നീട് വരുന്ന ഫോട്ടോകൾ. നേരത്തെ ഷില്ലാൽ വ്യക്തിപരമായി പറഞ്ഞതിനെതിരെ രാജി കേസ് കൊടുക്കുമെന്ന് രാജി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സ്ത്രീകൾ ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് അപമാനിച്ച ഒരു സാഹിത്യകാരനാണ് പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിച്ചോ, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ സ്നേഹം പങ്കിടാം, എല്ലാവർക്കും തമാശകൾ പറയാം, ഒന്നിച്ച് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോകാം. മുകളിൽ മെയിൻ ബിൽഡിംഗ് ഉണ്ട്, നമ്മൾ ആദ്യത്തെ ബേച്ചുകാർക്കൊന്നും അറിയാത്തൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ദയവ് ചെയ്ത് ആരും മാറി നിൽക്കരുത്, എല്ലാവരും വന്ന് പരമാവധി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പിന്നെ നമുക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് വന്ന് കൂടി ഈ അധ്യാപകരെല്ലാവരെയും നമുക്ക് സംസാരിച്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞതിന് ശേഷം 12:15 അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉച്ചഭക്ഷണത്തിലേക്ക് പിരിഞ്ഞ് ഇവിടെ അപ്പോഴത്തേക്കും ഗാന സദസ്സും ആരംഭിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സമയം പഴക്കാതെ മുകളിലോട്ടെത്തി ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങ് നമ്മളെല്ലാവരുടെയും സാന്നിധ്യം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗിരിജ ടീച്ചറിനെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഷിജു ഖാൻ ആദരം നൽകുന്നു. സ്നേഹാദരം നൽകുന്നതിനായി ഷിജു ഖാനെയും ഏറ്റുവാങ്ങാനായി ഗിരിജ ടീച്ചറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ടീച്ചർക്കും